നമസ്കാരം. കഴിഞ്ഞ ദിവസം US മാർക്കറ്റുകളെല്ലാം ക്ലോസ് ചെയ്തത് പോസിറ്റീവിലാണ്. ഡൗ ജോൺസ് 0.47%, S&P 500 0.64%, അതുപോലെ നാസ്ഡാക്ക് 0.52% പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വരുന്ന വർഷം വീണ്ടും റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ മാർക്കറ്റിലുണ്ട്. അതുപോലെ തന്നെ ഗോൾഡ് $4400 കടന്നിരിക്കുകയാണ്. അതുപോലെ സിൽവർ $69 ക്ലോസ് ചെയ്തിരിക്കുകയാണ്. വരുന്ന വർഷം അമേരിക്കയിൽ ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ പ്രതീക്ഷിച്ചാണ് ഗോൾഡ് പൊതുവെ കയറുന്നത്. സെൻട്രൽ ബാങ്ക് ഗോൾഡിൽ നന്നായിട്ട് ബൈ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ US വെനസ്വേല വീണ്ടും ഒരു യുദ്ധസമാനമായ ഒരു ഇഷ്യൂയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ റഷ്യ, ഉക്രൈൻ, തായ്വാൻ, ചൈന, ജപ്പാൻ പ്രശ്നങ്ങളെല്ലാം കൂടി ഗോൾഡിനെ വീണ്ടും പോസിറ്റീവ് ബൈ, അതായത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അതുപോലെ സെൻട്രൽ ബാങ്ക്സ് നല്ല രീതിയിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതായിട്ടും ഡേറ്റാസ് കാണിക്കുന്നു. പല രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്ക് ഒരു സേഫ് ഹെവൻ എന്ന രീതിയിൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ വെനസ്വേലയായിട്ട് US ഉപരോധം വീണ്ടും കടുപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ യൂറോപ്പിന്റെ പ്രപ്പോസൽ വേണ്ട അമേരിക്കയുടെ പ്രപ്പോസലാണ് അഭികാമ്യം എന്നുള്ള രീതിയിൽ പുട്ടിന്റെ ഭാഗത്തു നിന്ന് ഒരു കമന്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഇന്നലെ ചൈന പലിശ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല. അപ്പൊ ഇതെല്ലാം പൊതുവെ ഏഷ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചൊക്കെ ഒരു പോസിറ്റീവാണ്. പോസിറ്റിവിറ്റി ഇന്നും തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. GNX നിഫ്റ്റി ഏതാണ്ട് 50ഓളം പോയിന്റ് പ്ലസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 26,200, 214 ലെവലിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ഇന്ത്യ ന്യൂസിലൻഡ് ട്രേഡ് ഡീല് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. $20 ബില്യൺ വരുന്ന ഒരു 15 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിക്ഷേപിക്കും എന്നാണ് അവർ പറയുന്നത്. അതുപോലെ UK എക്കണോമി വളരുന്നതായിട്ടാണ് കഴിഞ്ഞ ദിവസം വരുന്ന ഡേറ്റകൾ കാണിക്കുന്നത്. 0.1% ആണ് വളർച്ച കാണിക്കുന്നത്. മറ്റ് വാർത്തകൾ നോക്കുകയാണെങ്കിൽ SBI മ്യൂച്വൽ ഫണ്ട് അടുത്ത വർഷം IPO ആയിട്ട് വരുന്നുണ്ട്. BSE വീണ്ടും ചില ഓപ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്ന് പറയുന്നു. അതുപോലെ ജിയോ ബെർണോവ 2500 മെഗാവാട്ടിന്റെ ഓർഡർ അദാനിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. സംവർദ്ധന മദേഴ്സൺ നെക്സൺ ഓട്ടോ ഇലക്ട്രിക് എന്ന കമ്പനിയെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നു. വരുൺ ബിവറേജ് ആഫ്രിക്കയിലെ ടിസ എന്ന കമ്പനിയെ ഏറ്റെടുക്കാനുള്ള പ്ലാനുമായിട്ട് മുമ്പോട്ട് പോകുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളത്. മാർക്കറ്റിനെ സംബന്ധിച്ച് മുമ്പ് സൂചിപ്പിച്ചു 26,200 ലെവലിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നീങ്ങുക. മാർക്കറ്റിനെ സംബന്ധിച്ച് 26,000 ലെവലിൽ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ആശംസിക്കുന്നു. താങ്ക് യു.